ഇപ്പൊ നിലവിൽ ഏകദേശം എത്ര വണ്ടി പോയിട്ടുണ്ടാവും ഇവിടെ? ഒരു 150 മേലെ പോയിട്ടുണ്ട്. ബാക്കി ലോൺ പ്രോസസിങ്ങിലുള്ള കേസസ് ഒരുപാട് ലോൺ പ്രോസസിങ്ങിന്റെ കേസാണ്. ഒരുപാട് മെഗാ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലിനകത്തുള്ള അടിപൊളി ഒരു വണ്ടി കാണിച്ചാൽ 2017 ഓൾട്ടോ 800 റേറ്റ് എത്രയാണെന്ന് അറിയോ? 1.99, 2 ലക്ഷം രൂപയ്ക്ക് താഴെ ഫുൾ ലോൺ കിട്ടും. 30,000 രൂപ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫുൾ ലോൺ ഈക്കോ വേണ്ടവർക്ക് ഒരു അടിപൊളി ഫുൾ ലോൺ ഈക്കോ ഉണ്ട്, അത് ലോ ബഡ്ജറ്റിനകത്ത്. ചലഞ്ചിങ് റേറ്റിൽ ബ്രസ 2016 ZDI 6.5 റേഞ്ചിലേ വരുന്നുള്ളൂ റേറ്റ്. ചക്ക പോളൊന്ന് ഓഫർ എന്താണുള്ളത്? പോളോ എല്ലാ വണ്ടിയിലും 50,000 മുതൽ 1 ലക്ഷം വരെ റേറ്റ് കുറച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള ഒരു വണ്ടി ഇതാണ് നെക്സോൺ. വീഡിയോയിൽ 6,75,000 പറഞ്ഞ വണ്ടിയാണ്. എക്സെറ്റ് പ്ലസ് ഫുൾ ലോഡ് വണ്ടി. ലോ ബഡ്ജറ്റ് വണ്ടിയിൽ പ്രീമിയം ഫീച്ചേഴ്സ് വേണ്ടവർക്കുള്ള ഒരു അടിപൊളി i20 2011 മോഡൽ. 2011 ഓൾഡ് ഷേപ്പാണ്. പക്ഷേ ആസ്റ്റ എന്നുള്ള ഫുൾ ഓപ്ഷൻ്റെ അകത്തായിരിക്കും വരുന്നുണ്ടാവുക. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ 2 എയർ ബാഗ് വരുന്നുണ്ടാവും, AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ടാവും, 2 എയർ ബാഗ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവുമോ? ഇല്ല, പുഷ് ബട്ടൺ സ്റ്റാർട്ടില്ല, കീ സ്റ്റാർട്ട് തന്നെയാണ്. ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ടാവും, OE alloy വീൽസ് വരുന്നുണ്ടാവും, റിയർ വൈപ്പർ വരുന്നുണ്ടാവും, ഡീഫോഗർ വരുന്നുണ്ടാവും. ഇങ്ങനെ ഒരു നീളങ്ങനെയുള്ള ലിസ്റ്റ് തന്നെ ഉണ്ട്. എയർ ബാഗ്, ABS, ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന i20 CRD എൻജിൻ വരുന്ന ഡീസലാണ്. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. എത്രാമത്തെ ഓണർഷിപ്പ് അത് ചോദിക്കുന്നതിൽ കാര്യമില്ല, ചോദിക്കുന്നുള്ളൂ. തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. ഓക്കെ, 1 lakh above ഓടിയിട്ടുണ്ട്. 1 lakh above ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പ്. വണ്ടി നിലവിലുള്ള മെക്കാനിക്കലി ബോഡി കണ്ടിട്ട് നല്ലതാട്ടോ. മെക്കാനിക്കൽ വെക്കാം. ടയർസ് കാര്യങ്ങൾ അത്യാവശ്യം തെറ്റില്ലാത്ത ഓടാനുള്ള ടയർസ് ഇല്ല എന്ന് തന്നെ പറയാം. ഓടാനുള്ള ടയേഴ്സ് ഇല്ല, അപ്പോൾ എടുക്കുന്ന ടയർ മാറ്റേണ്ടി വരും. ഓക്കെ, റേറ്റ് എത്രയാണ് വരുന്നത്? 1.95 ചോദിക്കുന്നുണ്ട്, മാന്യമായിട്ട് കുറച്ച് കൊടുക്കാം. ലോൺ എന്തായാലും ഫുൾ ലോണും അതിന്റെ മുകളിലും കിട്ടാൻ സാധ്യത ലോണിന്റെ അടുത്തൊക്കെ ചെയ്യാം. വലിയ ലോണൊന്നും പ്രതീക്ഷിക്കണ്ട. ഒരു 1.65 ലോൺ വരുള്ളൂ. 1.65 അല്ലേ കയറുള്ളത്. അതിന് മുകളിൽ കയറണ്ടല്ലേ? നോക്കാം, നമുക്ക് ട്രൈ ചെയ്തല്ലേ. ബാങ്കുകാരെ പറ്റിക്കാൻ പറ്റുമോ നോക്കാം, കൊടുക്കാം നമുക്ക് ലോണ് നല്ല ഇതിലേ. ഓക്കെ, റെഡി ക്യാഷ് ആണെങ്കിലും ഈ 1.1 റേറ്റ് ഫൈനൽ ഒന്നുമല്ലോ, ഇനി കുറയൂലേ? ഇപ്പൊ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചാൻസ് റേറ്റ് ആണ്, ഇനി കുറയും ചെയ്യും. ഓക്കെ, നല്ല വണ്ടി കേട്ടോ, നല്ല വണ്ടി അല്ലേ. നമസ്കാരം, ഞാൻ അഭി. പുളിക്കലുള്ള കാർക്കാടിലെ മെഗാമേള കുറേ ദിവസമായിട്ട് നീണ്ടു പോകുന്നുണ്ട്. സീരിയല് മെഗാ സീരിയല് തീരെയാണ്. 1-ാം തീയതി തീരാണ്. 1-ാം തീയതി ഒരു 4 മണി 5 മണി വരെ. അത് കഴിഞ്ഞാല് നമ്മള് കട്ട് ചെയ്യും, മൊത്തം ഇവിടുന്ന് വണ്ടി എടുത്ത് ഒഴിവാക്കും. ഓക്കെ, അപ്പോൾ അതുവരെ വരുന്ന ആൾക്കാർക്കുള്ള ഓഫർ, പുതിയ സ്റ്റോക്ക്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. സാബിക്ക എല്ലാ വണ്ടിക്കും റേറ്റ് കുറയ്ക്കാണ്. എല്ലാ വണ്ടിമേലും നല്ല ഡിസ്കൗണ്ട് കൊടുത്തിട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് കൊടുക്കും. കസ്റ്റമർ ആവശ്യം കുറച്ച് കിട്ടുകയെന്നാണ്, കുറച്ച് കൊടുക്കുക ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് കസ്റ്റമർ വരട്ടെ, കുറച്ച് കൊടുക്കുക ചെയ്യും. ആയിക്കോട്ടെ, അപ്പോൾ മിസ് ചെയ്യണ്ട. നമുക്ക് നേരെ ഇവിടെയുള്ള വണ്ടികൾ ഓരോന്നായിട്ട് സ്റ്റോക്ക് പരിചയപ്പെട്ടു തുടങ്ങും. വീഡിയോ തന്നെയാണ് കാണുന്നത്, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു ഓഫർ പിന്നെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ വീഡിയോ കാസർഗോഡ് നിന്നാണ്. ഈ വണ്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവരുടെ പെരുമാറ്റമൊക്കെ നല്ലതാണ്. പിന്നെ ഒന്ന് നമ്മുടെ മിസ്റ്റർ അഭിനെ അങ്ങോട്ട് കാണിക്കാം. സ്വിഫ്റ്റ് ചോദിച്ചതാണ്, സെന്ന് ചോദിച്ചതാണ്. നല്ല കസ്റ്റമറാണ്. നമുക്ക് വന്നപ്പോൾ തന്നെ അവരെ കൈകാര്യം ചെയ്തു. അല്ല, ഇത്ര മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടുന്ന് ഫിക്സ് ആയി, പിന്നെ ഞാൻ തിരിച്ചു നോക്ക്. നമ്മളെ സന്തോഷമായി വന്നതിൽ സന്തോഷം. വണ്ടി അവർക്ക് ബില്ലാക്കിയിട്ടുണ്ട്. 195 ബില്ലാക്കിയിട്ടുണ്ട്. 2010 സിംഗിൾ ഓണർ സന്തോഷമായി. അത്യാവശ്യം എൻക്വയറി ഉള്ള വണ്ടിയാണ്. ഈക്കോ ആണ്. നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് ഒരു വണ്ടിയായിരുന്നേ. ഓക്കെ, 2000 മേളയിൽ ആദ്യമായിട്ട്. മേളയിൽ ആദ്യമായിട്ടാണ്. 2000 മോഡൽ ഏതാ? 2013 മോഡൽ ഈക്കോ. 2013 മോഡൽ ഈക്കോ ആണ്. ഈക്കോ AC ഇല്ലാത്ത വണ്ടിയാട്ടോ. ഓക്കെ, അപ്പോൾ AC ഉണ്ടാവില്ല, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവില്ല. പവർ സ്റ്റിയറിംഗ് കമ്പനി തന്നെ കൊടുക്കാത്തതാണ്. സ്ലൈഡിംഗ് ഒക്കെ അത്യാവശ്യം നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. കിലോമീറ്റർ ഒക്കെ ഏകദേശം എത്ര ഉണ്ടാവും? 1-ന്റെ ഉള്ളിലൊക്കെ ഓടിയിട്ടുണ്ടാവും. ഓക്കെ, കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണത്. കമ്പനി ഹിസ്റ്ററി കമ്മിയാണ്, 40,000 വരെ ഹിസ്റ്ററിയിലുള്ളൂ. ഓക്കെ, ഓണർഷിപ്പ് കുറേ ഉണ്ടോ? ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്.
ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് അങ്ങനെ എന്തെങ്കിലും കാര്യത്തൊക്കെ അപാകതകളൊക്കെ ഇല്ല ഒരു പീസ് റീപ്ലേസ് ഉണ്ട്, ഡിക്കി ഫ്രെയിം റീപ്ലേസ് ബാക്കത്ത്. ഓക്കെ. വണ്ടി നിലവിലുള്ള കണ്ടീഷനൊക്കെ എന്താ? നല്ല വണ്ടി, മെക്കാനിക്കൽ ഗുഡാണ്, ടയർ കമ്മിയുണ്ട്. ഓക്കെ, നല്ല വണ്ടി. അപ്പോൾ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? റേറ്റ് 1.5 ആണ്. നമുക്ക് കുറച്ച് മാന്യമായിട്ടൊക്കെ കുറച്ച് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോണിൽ ഈക്കോ വേണ്ടവർക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് വരുന്നത്. IDV ഏകദേശം 1 lakh അബോ IDV കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ലോൺ ചെയ്യുന്നവർക്ക് സുഖമാണ്, അല്ല പൈസൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല, നേരെ ലോൺ ആക്കി തന്നെ കൊടുക്കുക. സഹോ, അടുത്ത ഓഫർ റേറ്റ് ഉള്ള വണ്ടി ഡീറ്റെയിൽ എങ്ങനെയാണ്? 2017 മോഡൽ ഓൾട്ടോ LXi. ഓൾട്ടോ LXi എന്ന് പറയുന്ന നേരം AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ, പവർ വിൻഡോസ് ആയിരിക്കും. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? ഹിസ്റ്ററി ഉണ്ടായിരിക്കും. ഓക്കെ. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി ആയിട്ട് പറയുന്നത് ഫ്രണ്ട് ബോണറ്റ് ഗ്ലാസും റീപ്ലേസ് ആണ്. ഫ്രണ്ട് മെയിൻ ഗ്ലാസും ബോണറ്റും റീപ്ലേസ് ആയിട്ടുള്ളത്. ടെയിൽ ലാമ്പ് ഇവിടെ പൊട്ടി കിടക്കുന്നുണ്ട്. വേറെ ബാക്കിയുള്ളത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ബോഡി ഷേപ്പ് ഉണ്ട്. പിന്നെ ഈ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ 2016 പോലും 14 വണ്ടി നമ്മൾ ചിലപ്പം 2 ലക്ഷം രൂപ റേഞ്ചിൽ കാണുന്നുണ്ടാവും. 15, 16, 17 കാണാറില്ല. 240 റേഞ്ചിലൊക്കെയാണ് മാക്സിമം കിട്ടാറുള്ളത്. അപ്പം റീപ്ലേസിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒഴികെ നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് ഇപ്പം നിലവിൽ വർക്ക് എന്തെങ്കിലും ഉണ്ടോ? വർക്കൊന്നുമില്ല, മേജർ വർക്കുകളൊന്നുമില്ല, ചെറിയ പണികളൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ. അപ്പം 230, 240 വരെയൊക്കെ ലോൺ കിട്ടുന്നുണ്ടാവും. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? 1.99 ആണ്, കുറച്ച് കൊടുക്കും. 1.99 ആണ്. പുതിയ സ്റ്റോക്കാണ്. KL10 മലപ്പുറം രജിസ്റ്റർ ചെയ്തിട്ടുള്ള 2013 2013 LXi വണ്ടി കേട്ടോ. LXi ഓൾട്ടോ 800 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ എത്ര? 1 താഴെ ഓടിയിട്ടുള്ളൂ. എത്രയാ? 1 താഴെ ഓടിയത്. കറക്റ്റ് കിലോമീറ്റർ 75,000 ആണ്. 1 താഴെ 99,000 വരെ ഉണ്ട് സാധിക്ക. അത് ക്ലിയർ കിലോമീറ്റർ അല്ലേ? നോക്കാം, ചെക്ക് ചെയ്യാം. സാർക്ക് ബാക്ക് ഗ്ലാസ്, ബാക്ക് ഡിക്കി, ഡോർ അങ്ങനെ എന്തെങ്കിലും റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, നല്ല വണ്ടി കേട്ടോ. എത്ര റേറ്റ് എത്ര ചോദിക്കുന്നത് സാർക്ക്? ബാക്കിൽ ഒരു വണ്ടിയും കൂടി ഉണ്ടായിരുന്നു, അത് റെഡിയിൽ ഫിനാൻസിലാണ്. വേണമെന്നുണ്ടെങ്കിൽ ആ 2 വണ്ടി കാണിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക. അത് ചിലപ്പോൾ ഫിനാൻസ് കയറിയില്ല, അത് കൊടുക്കും ചെയ്യാം. 2 വണ്ടി ഇവിടെ റെഡിയിൽ 13 ഉണ്ട്. ഇത് 1.79 ആണ് ചോദിക്കുന്നത്. 1.79 1.89 അവിടെ ഇട്ടിട്ടുള്ളത്. അതിൽ നമ്മൾ 10 രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് 1.79 ഇനിയും കുറച്ച് കൊടുക്കും. 13 ഓൾട്ടോ 800 ഫുൾ ഓൺ തന്നെ കിട്ടുന്നുണ്ടോ? അതെ. 2015 മോഡല് i10 മാഗ്ന ഡീസൽ. ഓക്കെ. ഓണർഷിപ്പ് എത്ര വരുന്നത്? സിംഗിൾ ഓണർ വണ്ടി. ഗ്രാൻഡ് i10 ഡീസലാണ്. 3 സിലിണ്ടർ എഞ്ചിനായിരിക്കും വരുന്നുണ്ടാവുക. ഏകദേശം 20-ന് മുകളിൽ എങ്ങനെയായാലും മൈലേജ് കിട്ടുന്നുണ്ടാവും. വേരിയന്റ് മാഗ്നയാണ് പറഞ്ഞത്. മാഗ്ന എന്ന് പറയുന്ന AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ, പവർ വിൻഡോസ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് 2 അവൈലബിൾ ആയിരിക്കും. ഇത്രയ്ക്കാണ് ബേസിക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ. പക്ഷേ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കിലോമീറ്ററിൻ്റെ അകത്തുള്ള നമുക്ക് മൈലേജ് തന്നെയായിരിക്കും. ഡീസലിൽ 20-ന് പുറത്ത് എങ്ങനെയായാലും നല്ല പോലെ മൈലേജ് കിട്ടുന്നുണ്ടാവും. സാർക്ക് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടോ? ഏകദേശം 1 lakh ഓടിയിട്ടുണ്ടോ? കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണോ? ഓ. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല, ആക്സിഡന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് ആണ്, കമ്പനി ഹിസ്റ്ററി ഉണ്ട്. റേറ്റ് 2.99 ചോദിക്കുന്നുണ്ട്. ഫുൾ ലോൺ കയറാൻ ചാൻസ് ഉള്ളൊരു വണ്ടിയാണ്. ഓക്കെ. നമുക്ക് നഷ്ട ലാഭമൊന്നും നോക്കണ്ട, കുറച്ച് കൊടുക്കാം, മാക്സിമം കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഗ്യാസൊക്കെ പോയി. ഗ്യാസ് ആകുമ്പോൾ ഒരുപാട് മറ്റേ കിഡ് ഒരുപാട്, പിന്നെ ഒരു കിഡ് പുതിയത് വന്നിട്ടുണ്ട്. 2000 കിഡ് ഒരു കിഡ് പോയി, 3 കിഡ് ഇപ്പൊ നമുക്ക് റെഡിയിൽ പോയി. 2016 കിഡ് തന്നെ ഉണ്ട്. RXT കിലോമീറ്ററിൽ ചെറിയ വ്യത്യാസമുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ ഇത് 60,000 ആണ് കാണിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ സാവിക? റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. സാർക്ക് ഈ ഒരു കിഡ് നമുക്ക് ഫുൾ ലോണിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? 2.20 ചോദിക്കുന്നുള്ളൂ, കുറച്ച്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ അല്ല 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും. 800 cc കിഡിൽ ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. നല്ല വണ്ടി തന്നെയാണ്. 2.20 റേറ്റ് കുറയും ചെയ്യും. ഓക്കെ. ഉള്ളതിൽ എൻ്റെ കണക്കൂട്ടൽ മൊത്തം തെറ്റിച്ചൊരു വണ്ടിയാണിത്. റെഡ് കളർ ഫിയാറ്റിന്റെ പുണ്ടോ മൾട്ടിജെറ്റ് എഞ്ചിന്. ഇത് നിങ്ങളെ സ്വന്തം വണ്ടിയാണ്? പാർക്ക് ആൻഡ് സെയിലാണ്. പക്ഷേ വരുന്നവർക്ക് എല്ലാവർക്കും ആ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അത് ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ തന്നെ പോയി ഇനി കിട്ടില്ല വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച സാധനമാണ്. ഫസ്റ്റ് വീഡിയോ മുതൽ അവസാനത്തെ വീഡിയോ വരെ വരുന്ന ഒരു ആശയം വളർത്താനുണ്ട്. എൻജിൻ പണി, ടർബോ, ഇഞ്ചക്ടർ, പമ്പ്, മേജർ ആക്സിഡന്റ്, ഫ്ലഡ്, എന്തുകൊണ്ടാണ് ഇയാൾ ഇവിടുന്ന് പോവാത്തത്? ഇതില് എന്താ വെച്ചാല് നമ്മള് ഫസ്റ്റ് തന്നെ 15-20 ദിവസം, നമ്മള് മേള ഏകദേശം ഒരു 30 ദിവസമായിട്ട് തുടങ്ങിയതാ.
അപ്പോൾ ഏകദേശം ഒരു 18-20 ദിവസം വരെ ഒരു കസ്റ്റമർ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല, ഒരു അഡ്വാൻസ് ചെയ്ത് ലോണില്ലാണ്ട് കയറി കിടന്ന് ഒരു 15 ദിവസം അയാൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ല, പ്രൂഫ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദിവസം ലോങ് ആക്കി. നമുക്ക് എന്താ വെച്ചാൽ ബിസിനസിന്റെ തിരക്കിലല്ലേ, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല. കസ്റ്റമറെ വെയിറ്റ് ചെയ്ത് തന്നെ നിന്ന് കസ്റ്റമർ ലാസ്റ്റ് ഞങ്ങൾക്ക് വണ്ടി വേണ്ട കേട്ടോ. അത്യാവശ്യം നല്ല ഷേപ്പ് ഉള്ള ഫുണ്ടാണ്, 15 മോഡല്, പക്ക ക്വാളിറ്റി ഉള്ള വണ്ടി. സിംഗിളോ സെക്കൻഡ് എവിടെയും കൊണ്ടുപോകട്ടോ, വർക്ക്ഷോപ്പിൽ സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. 1,00,000 കിലോമീറ്റർ, നല്ല ഇന്റീരിയർ, നല്ല ബോഡി ഷേപ്പ്, സ്റ്റാർട്ടിങ്ങിൽ വലിയൊരു അലമ്പുള്ള സൗണ്ടോ കാര്യങ്ങളോ. ഫിയറ്റിന്റെ കമ്പനി കൊണ്ടുപോയി കാണിക്കണം തന്നെ, കമ്പനി കൊണ്ടുപോയി കാണിക്കാൻ, കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണോ? കമ്പനി കൊണ്ടുപോയി കാണിക്കണം തന്നെ, അത്രയും ജെനുവിനാലിറ്റി ഉള്ള വണ്ടി. കാരണം എഞ്ചിന് കാര്യങ്ങളൊക്കെ പക്ക, വർക്ക്ഷോപ്പിൽ എവിടെയും കാണിക്കാം. റിറ്റ്സ് ആണ് വീഡിയോ വരുന്നത്. റിറ്റ്സ് VDI 2014 കേട്ടോ. ന്യൂ ഷേപ്പ് അല്ലേ ശരിക്കും പറഞ്ഞാല്? അതെ, ഇത് 2012 ശേഷം വരുന്നതാണ്. കറക്റ്റ് ഇയർ ഏതാ വണ്ടി? 13 ഇയറും 14 റേസറും. ഫീച്ചർ സൈഡിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, അതേപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും, എയർ ബാഗ്സ് വരുന്നുണ്ടാവില്ല, ഓട്ടോ ക്ലൈമറ്റ് AC കാര്യങ്ങളൊന്നും വരുന്നുണ്ടാവില്ല. VDI അതിനൊക്കെ ഉണ്ട്. VDI ABS അല്ലല്ലോ അത്? അല്ലല്ല. ഓക്കെ, ആഫ്റ്റർ മാർക്കറ്റ് സ്പോയിലർ ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അധികം ബാക്കോട്ട് കൊണ്ട് വീണും. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? വണ്ടി അത്യാവശ്യം നല്ല ഷേപ്പ് ഉണ്ട്. നിലവിലുള്ളത് ഒന്നുമില്ല. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 1 lakh അപ്പോൾ ഓടിയിട്ടുണ്ട്. 3 ഓണർഷിപ്പ് ആയിട്ടുണ്ട്. 3.5 ചോദിക്കുന്നുണ്ട്, നമുക്ക് മാന്യമായിട്ട് കുറച്ച് കൊടുക്കാം. 13, 14 റിറ്റ്സ് ആണ്. പിന്നെ 12 ഒന്ന് വരാനുണ്ട്, നമുക്ക് ഒരു 2.65 കൊടുക്കാം. 12 വേറെ ഒന്ന് വരാണ്ട്. ഇത് 13, 14 ന്യൂ ഷേപ്പ് ആണ്, അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. മറ്റേത് 12, 2.65 കുറയും. ഇതൊക്കെ കുറച്ച് കൊടുക്കാം, മാക്സിമം കുറച്ച് കൊടുക്കുക കസ്റ്റമർ എത്താൻ. എല്ലാ വണ്ടിയിലും 50,000 മുതൽ 1,00,000 വരെ റേറ്റ് കുറച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള ഒരു വണ്ടി ഇതാണ് നെക്സോൺ. വീഡിയോയിൽ 6,75,000 പറഞ്ഞ വണ്ടിയാണ്. എക്സെറ്റ് പ്ലസ് ഫുൾ ലോഡ് വണ്ടി. എക്സെറ്റ് പ്ലസ് എന്നുള്ള ഫുൾ ഓപ്ഷൻ ഡീസലാണ്. 1.5 റെവട്ടോർക്ക് എഞ്ചിന് 30 മൈലേജ് കിട്ടുന്നുണ്ടാവും. സിംഗിൾ ഓണർ ആണ്. 1,03,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടി. ഫീച്ചർ സൈഡിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടാവും, 2 എയർ ബാഗ് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ 2 എയർ ബാഗില്ലല്ലോ, 2 എയർ ബാഗ് വരുന്നുണ്ടോ? എയർ ബാഗ് ഉണ്ടല്ലോ, ഇല്ലേ? കാണുന്നില്ല, പോട്ടെ. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് വരുന്നുണ്ടാവും, ABS ഉണ്ടാവും. ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ടാറ്റയുടെ നെക്സോൺ. മേജർ സർവീസ് ഒക്കെ എല്ലാ സർവീസും കഴിഞ്ഞു. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയല്ലേ? കമ്പനി പക്ക ഹിസ്റ്ററി. ഓക്കെ, അതിന്റെ കൂടെ തന്നെ 25,000 രൂപേന്റെ അടുത്ത് എക്സ്ട്രയും കിട്ടുന്നുണ്ടാവും. 6.5 വരെ ഷുവർ ആയിട്ട് നമുക്ക് ലോൺ 6.75 പറഞ്ഞതാണ്. തള്ളി മറിക്കല്ല, 50,000 റുപ്യ ഇതിന്റെ മേലെ കുറച്ചിട്ട് ഓഫർ ഇട്ടു. 50,000 1-ാം തീയതി ഉള്ളിൽ വരുന്നവർക്ക് 50,000 ഇതിൽ കുറച്ച് കൊടുക്കും. ഓക്കെ, 6.25 റേറ്റ് കേട്ടോ. 2017 എക്സെറ്റ് പ്ലസ്. 2016 ZDI ബ്രസയാണ്. ZDI പ്ലസ് കീലെസ് എൻട്രി അടക്കം വരുന്ന വണ്ടിയിലെ OE alloy വീൽസ് വരുന്നുണ്ടാവും. ഫീച്ചർ സൈഡിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, 4 ഡോർ പവർ വിൻഡോസ്, 2 എയർ ബാഗ് വരുന്നുണ്ടാവും. 2 കൂടുതൽ ഉണ്ടാവില്ല എയർ ബാഗ്? 2 എയർ ബാഗാണ് വരിക. 2 എയർ ബാഗ് മാച്ച് വരുന്ന ബ്രസയിൽ. അതേപോലെ തന്നെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ ഉണ്ടാവും, കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഇങ്ങനെയുള്ള എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക് സെൻസേഴ്സും ക്യാമറയും കൂടെ വരുന്നുണ്ടാവും. അത്യാവശ്യം നല്ല ഷേപ്പ് ഉണ്ട്. ചെറിയൊരു ഡെൻറ്റ് ബാക്കിൽ, വേറെ കാര്യമായിട്ടൊന്നും ബോഡി ഷേപ്പിൽ മാറ്റം വന്നിട്ടില്ല. ബ്രസ എങ്ങനെയായാലും ഡീസലിൽ നമുക്ക് 18-20 റേഞ്ചിൽ ഫിയാറ്റിൻ്റെ എഞ്ചിനിൽ നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. വലിയൊരു മെയിൻ്റനൻസ് ഉണ്ടാവുന്നില്ല ഇത്രയും വലിയ വണ്ടിയായ പോലും. മരുതിൻ്റെ വണ്ടിയെ കൊണ്ട് ബ്രസയ്ക്ക് റേറ്റ് എത്രയാണ് വരുന്നത്? ചാൻസ് 6.60 കുറച്ച് കൊടുക്കും. ഇടിച്ചു പൊളിഞ്ഞ വണ്ടിയാണോ അല്ലെങ്കിൽ ഫ്ലഡിൽ വെട്ട വണ്ടിയാണോ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒരു ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. ആരും റീപ്ലേസ് പറയണില്ല. റീപ്ലേസ് ആണ് ബോണറ്റ്. ഇത് വീഡിയോയിൽ പറയാൻ വേണ്ടി അങ്ങനെ കണ്ടല്ല. റീപ്ലേസ് പറഞ്ഞിട്ട് കൊടുക്കുക. പേസ്റ്റ് ഉണ്ട്, പക്ഷേ റീപ്ലേസ് ആണ് സാധനം. റീപ്ലേസ് ആണ്. കമ്പനി ഹിസ്റ്ററിയിലുണ്ട്. സിംഗിൾ റീപ്ലേസ്, ഗ്ലാസ് മാറിയിട്ടില്ല. ഓക്കെ, സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ 1.35 കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഫുൾ ലോൺ ചെയ്യാട്ടോ കസ്റ്റമർ. ലോൺ അല്ല, ഇതിന് മുകളിൽ കയറൂലേ? മേലെ കയറും. ഓഫർ എന്തിനാ? 7,00,000 രൂപ വരെ ലോൺ കയറേണ്ടതാണ് ശരിക്കും പറഞ്ഞാല്. റേറ്റ് വരുന്ന 6.60 റേറ്റ്. മാന്യമായിട്ട് കുറച്ച് കൊടുക്കും. ഹോണ്ട അമേസ് നമ്മൾ മുമ്പ് കാണിച്ചായിരുന്നു. മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ. മുന്നേ പറഞ്ഞ റേറ്റ് 7.20 അടുത്ത് എന്റെ ഓർമ്മയിലുണ്ട്. അതെ. ഇപ്പോൾ നമുക്ക്
അതിന്റെ താഴെ വെച്ചിട്ടുള്ള ഓഫർ. ഓക്കെ 2018-19 മോഡല് എസ് ആയിരുന്നോ വി ആയിരുന്നു വേരിയന്റ്? അത് SMT എന്നുള്ളത് ഡീസൽ വേരിയന്റ് 77 ഓടിയണേ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ടോ, 2 എയർ ബാഗ് വരുന്നുണ്ട്. ഇത്രയ്ക്കായിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നില്ല, പക്ഷേ ഡീസൽ എഞ്ചിനാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 20-ന് പുറത്ത് എങ്ങനെയായാലും മൈലേജ് കിട്ടുന്നുണ്ടാവും. സാർക്ക് അത്യാവശ്യം മൈലേജ് ഉള്ള ഡീസൽ വണ്ടിയാണ്. കുറെ കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. 77 ഓടിയിട്ടുള്ളൂ. ഒന്നുമില്ല, പക്ക കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് വാങ്ങാം. ഓക്കെ, അതിനുള്ള സൗകര്യം ഉണ്ട്. 720 എത്ര കുറഞ്ഞുണ്ട്? ഒരു 15,000 രൂപ കുറക്കാം നമുക്ക്. അപ്പൊ 7.5 അല്ല, 7ന്റെ താഴേക്ക് 15,000 രൂപ കുറച്ചിട്ട് കുറക്കാം. വരട്ടെ, കസ്റ്റമർ വരട്ടെ. ഫുൾ ലോൺ കൺഫേമാ. ഇനി റേറ്റ് കുറഞ്ഞൂലേ? റേറ്റ് കുറക്കും, മാക്സിമം കുറച്ചു കൊടുക്കും. ഓഫർ എന്താണ്? പോളോ 720 ചോദിച്ച വണ്ടിയാണ്. പോളോ GT 2016 മോഡൽ GT TSI പെട്രോള്. ഫേക്ക് ആയിട്ടുള്ള ഒരു GTIന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. GTന്റെ അലോയ് വീൽസ് അല്ല കാണുന്നത്, പകരം ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല അടിപൊളി അലോയ് വീൽസ് തന്നെയാണ്. ഫീച്ചർ സൈഡിൽ 2 എയർ ബാഗ് വരുന്നുണ്ടാവും, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്. ഇപ്പോൾ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് നമുക്ക് ഫേക്ക് മഫ്ലേഴ്സ് കൊടുത്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിന് വേറെ മഫ്ലേഴ്സ് ഫേക്ക് തന്നെ ഉള്ളൂ, SOC ടിപ്പ് മാത്രമല്ലേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. ഇല്ല, നല്ല വണ്ടി, ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. 720 കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാണ്. നമുക്ക് മാക്സിമം ഒരു 680 കൊടുക്കല്ലോ. നമുക്ക് 680 റേഞ്ചിൽ പോളോ GT കിട്ടുന്നുണ്ടാവും. 2016 മോഡല്, കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടി, നല്ല വണ്ടി കേട്ടോ. ലോൺ നമുക്ക് മാക്സിമം ഫുൾ തന്നെ ചെയ്യാം. സിബിലുള്ള കസ്റ്റമർ വിളിച്ചോട്ടെ, നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, സിബിൽ സ്കോർ കുറഞ്ഞ കസ്റ്റമേഴ്സ് വിളിക്കാൻ മടിക്കണ്ട. ഒരു ആധാർ പാൻ കാർഡ് അയച്ചു തരട്ടെ, നമുക്ക് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ആരും ഒഴിവാക്കുന്നില്ല. എല്ലാവർക്കും സ്വാഗതം. അടുത്തത് ഹോണ്ടന്റെ WRV ആണ്. പെട്രോൾ ഡീസലാണോ? ഡീസലാണ്. വേരിയന്റ് ഏതാ? SV, VX, XV ഫുൾ ലോഡ്. VX ഫുൾ ഓപ്ഷൻ, സൺറൂഫ് വരുന്ന വണ്ടി അല്ലേ? ഫീച്ചർ സൈഡിൽ AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ടാവും, 2 എയർ ബാഗ്സ് വരുന്നുണ്ടാവും, ABS വരുന്നുണ്ടാവും. ഡീസലിൽ റിവ്യൂലൊക്കെ പറയുന്നത് ഏകദേശം 30-ന് പുറത്ത് തന്നെ മീറ്ററിൽ മൈലേജ് കാണിക്കുന്നുണ്ട്. 32 വരെയൊക്കെ കിട്ടുന്നുണ്ട് ID.Tech എഞ്ചിനിൽ നിന്നാണ്. അതായത് ജാസിനേക്കാളും സിറ്റിനേക്കാളും ഒക്കെ മൈലേജ് വരുന്നുണ്ടെന്നാണ്. ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ടാവും, ഡിഫോഗർ, അതേപോലെ തന്നെ റിയർ വൈപ്പർ, ഇങ്ങനെയുള്ള ഇതെല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും. ഒരു ഇൻഹാൻഡിൽ നമുക്ക് ഏകദേശം ഒരു 26-27 റേഞ്ചിൽ എങ്ങനെയായാലും ഇത്രയും വലിയൊരു SUV വണ്ടിക്ക്, കോമ്പറ്റ് SUV വണ്ടിക്ക് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, നല്ല വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയല്ലേ? കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞു? മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ? ഹോണ്ടന്റെ എഞ്ചിനാണ്, പെട്രോളിനെ അപേക്ഷിച്ച് ഡീസൽ ഓടിക്കോളും. അതെ, ഏകദേശം നല്ല ലൈഫ് കിട്ടുന്നുണ്ടാവും. റേറ്റ് വലിയ വിലയാണോ? 7.5 ചോദിക്കുന്നുള്ളൂ, നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമല്ലോ. 2017 ഫുൾ ഓൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ നിലവിൽ WRV ഇറങ്ങുന്നില്ലല്ലോ? ഇറങ്ങുന്നില്ല, പറയണ്ടേ. സാർക്ക് അടുത്തത് ഇന്നോവ ക്രിസ്റ്റയാണ്. ന്യൂ ഷേപ്പ് 2016 ആണോ? 16 മോഡൽ G4 ഓട്ടോമാറ്റിക്കാ. 16 G4 എന്ന് പറയുന്ന നേരം AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, ആംബിയന്റ് ലൈറ്റിംഗ് ഒക്കെ G4 വരുന്നുണ്ടാവോ? എയർ ബാഗ് വരുന്നുണ്ടാവും. ആംബിയന്റ് ലൈറ്റിംഗും കാര്യങ്ങളും എന്തെങ്കിലും വരുന്നുണ്ടാവോ? ഇല്ല, സെഡിലേ ഉള്ളൂ വരുന്നത്. അത്യാവശ്യം നല്ല ബോഡി ഷേപ്പ് തന്നെയാണ് നിലവിലിപ്പോൾ വണ്ടിയുള്ളത്. G4 എന്ന് പറയുന്നത് മിഡിൽ ഓപ്ഷൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഓട്ടോമാറ്റിക് ഡീസലല്ലേ വരുന്നത്? ഡീസൽ ഓട്ടോമാറ്റിക്കലി മൈലേജ് ഒക്കെ എത്ര വരുന്നുണ്ടാവും? ഒരു 12-13 കിലോമീറ്റർ. 12 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ? 12 കിട്ടും, 10-12 എങ്ങനെയാലും കിട്ടും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും? കിലോമീറ്റർ വരുന്നത് 1,40,000 ഓടിയിട്ടുണ്ട്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്, കേരള വണ്ടിയാണ്. ഓക്കെ, വേറെ കാണുന്ന രീതിയിൽ ഇപ്പം റീപ്ലേസ് ഗ്ലാസിന് മുകളിലൊന്നും ഒന്നും കണ്ടിട്ടൊന്നുമില്ല. ഇല്ല, ബോണറ്റും ഇല്ല, റീപ്ലേസ് ഇല്ല. വണ്ടി നിലവിലുള്ള നല്ല വണ്ടി, ക്വാളിറ്റി ഉള്ള വണ്ടി. ഓക്കെ, റേറ്റ് എത്ര ചോദിക്കുന്നത്? 17,000 കുറച്ച് കൊടുക്കാം. ലോൺ എന്തായാലും 16.5 റേഞ്ചിൽ ലോൺ വരേണ്ടതാണ്. ക്രിസ്റ്റൊക്കെ ഇപ്പോൾ റെഡിയിൽ മാർക്കറ്റ് ഉള്ളതായതുകൊണ്ട് ഫുൾ ലോൺ ഏകദേശം അതിൻ്റെ അടുത്തൊക്കെ കൊടുക്കാം. ട്രാക്കുള്ള കസ്റ്റമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വണ്ടി പോയിട്ടുണ്ടാവും ഇവിടെ.
ഒരു 10-50 മേലെ പോയിട്ടുണ്ട് നമുക്ക്. ബാക്കി ലോൺ പ്രോസസ്സിങ്ങിലുള്ള കേസസ് ഒരുപാട് ലോൺ പ്രോസസ്സിങ്ങിന്റെ കേസാണ്. ഒരുപാട് പാർക്ക് ആൻഡ് സെയിൽ പോയിട്ടുണ്ട്, നമ്മളെ വണ്ടി ഒരുപാട് പോയിട്ടുണ്ട്. പക്ഷെ നല്ല കസ്റ്റമേഴ്സ് വന്ന്, നല്ല കസ്റ്റമേഴ്സ് മൊത്തം നല്ല കസ്റ്റമേഴ്സ് ആയിരുന്നു. മോശമായിട്ടില്ല. എല്ലാവർക്കും ഒരു പറയുന്ന റേറ്റ് അനുസരിച്ച് വണ്ടി കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വിളിച്ച് ചോദിക്കാം, മാക്സിമം റേറ്റ് കൊടുത്തു. വന്ന കമന്റുകൾ തന്നെ അടിപൊളി കമന്റുകൾ വന്നിട്ടുണ്ട്. നമ്മളെ മിലിറ്ററിയിലുള്ള നിതിനേട്ടെന്നാണ് പേര്, വണ്ടി വീട്ടിൽ ഡെലിവറി ചെയ്ത് കൊടുത്ത് അതിന്റെ കമന്റ് ഇവിടെ ചേർക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കണ ഏറ്റവും വലിയ സന്തോഷം, അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാന്ന് പറഞ്ഞാല് വല്ലാത്ത സന്തോഷം. പിന്നെ നമ്മളെ കാണാതായ വാഗണാറിന്റെ നമുക്ക് ലിജോ, കോട്ടയത്തുള്ള മൂപ്പരെ പേരും കറക്റ്റ് ഓർമ്മയില്ല, ലിജോ മറ്റേ പുറത്തുള്ള പ്രവാസി കുവൈത്തിലുള്ള പ്രവാസി ആൾക്കുള്ള വണ്ടി 2-ാം തീയതി 3-ാം തീയതി നമുക്ക് ഡെലിവറി. പിന്നെ ഏതൊരു i20 ഒരു കമന്റും വന്നിട്ടുണ്ട്, ഷാഹിൽ എന്നിട്ട് പറഞ്ഞിട്ട്. കമന്റ് ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തോളി. വില കൂടുതലാണെങ്കിൽ കൂടുതൽ തന്നെ പറയട്ടെ, കുറവാണെങ്കിൽ കുറവ് തന്നെ പറയാ. മാക്സിമം കുറച്ചിട്ട് കൊടുക്കും കസ്റ്റമർക്ക്. കസ്റ്റമർ ഭാഗത്ത് നിന്നാണ് സംസാരിച്ചാണ് കുറക്കും. 1-ാം തീയതി വരെ ഉണ്ട്. അത് കഴിഞ്ഞാല് ഇതൊക്കെ എവിടെ ഉണ്ടാവുക ഒക്കെ നമ്മൾ ഷോറൂമിൽ വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ ആ റേറ്റ് അനുസരിച്ച് കൊടുക്കും. നമ്മൾ അതോട് കൂടിയിട്ട് വൈൻഡപ്പ് ചെയ്യണില്ല, ഉണ്ടാവും. നമ്മൾ റേറ്റ് ആ ഒരു പറഞ്ഞ നിങ്ങൾ മേളയിൽ പറഞ്ഞ റേറ്റിൽ നമുക്ക് തന്നൂടെ നോക്കുമ്പോൾ കൊടുക്കാതെക്കാൻ പറ്റില്ലല്ലോ, കൊടുക്കുക തന്നെ ചെയ്യും. കസ്റ്റമർ ആട്ടെ. ആയിക്കോട്ടെ.